ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 8 ഇന്ത്യൻ മുൻ നാവികർക്ക് ആശ്വാസം. വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തു. ഖത്തറിലെ അപ്പീൽ കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തായാലും ഈ വധശിക്ഷ തടവ് ശിക്ഷയായി മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതുപോലെ ഖത്തർ പോലെ ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു ശിക്ഷാ ഇളവ്, അത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് തന്നെ വിളിക്കേണ്ടേ അതിനെ? തീർച്ചയായും ക്രിസ്റ്റീന, ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ് ഇത്. ഖത്തറിൽ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 ഇന്ത്യക്കാർക്കാണ് ശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ഈ വധശിക്ഷ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ഖത്തറിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചത് മുതൽ നടത്തിയ തുടർച്ചയായുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇളവ് ഈ 8 ഇന്ത്യയുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിരിക്കുന്നത്. അൽ ജഹ്റ കമ്പനിയിലെ ഉദ്യോഗസ്ഥരായി ആണ് ഇവർ ഖത്തറിൽ ജോലി ചെയ്തിരുന്നത്. അതിനിടെ ആണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇവരെ 8 പേരെയും, ഒരു മലയാളി അടക്കമുള്ള 8 ഇന്ത്യക്കാരെയും അറസ്റ്റിലാകുന്നത്. ചാരവൃത്തി അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഖത്തറിന്റെ മുങ്ങിക്കപ്പലിന്റെ സാങ്കേതിക വിദ്യ ചോർത്തുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവർ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരെ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഔദ്യോഗികമായ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇന്ത്യക്ക് നൽകിയത് പോലും. പിന്നീട് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു വിധി ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകൾക്ക് അപ്പീൽ അനുവദിക്കുക പോലും പതിവില്ലാത്ത ഒരു കാര്യമാണ് ഖത്തറിലെ വ്യവസ്ഥ അനുസരിച്ച്. എന്നാൽ ഇവരുടെ അപ്പീൽ കഴിഞ്ഞ നവംബർ 9-നാണ് അപ്പീൽ സ്വീകരിച്ചത്. ഈ അപ്പീലിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഖത്തറിലെ അപ്പീൽ കോടതി ഇവരുടെ വധശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വധശിക്ഷ ഇളവ് നൽകിക്കൊണ്ട് ഇവർക്ക് തടവ് ശിക്ഷയാക്കി കുറച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക രേഖ വിധി അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. എന്നാൽ പൂർണ്ണമായ വിധിപ്പകർപ്പ് ലഭ്യമാകുമ്പോൾ മാത്രമേ ഏത് തരത്തിലുള്ള ഇളവുകൾ പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചിരിക്കുന്നു ഇവർക്ക് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ, ഇന്ത്യ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ അഭിഭാഷകർ, കൂടാതെ ഈ നിലവിൽ ഖത്തറിലെ ജയിലിൽ കഴിയുന്ന 8 ഇന്ത്യൻ മുൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ അപ്പീൽ കോടതിയിൽ ഉണ്ടായിരുന്നു. കോടതി ഇവരുടെ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഇവരുടെ ഇളവ് നൽകിക്കൊണ്ടുള്ളതാണ് വിധി. എന്നാൽ പൂർണ്ണമായ വിധി പകർപ്പ് അല്പസമയത്തിനകം മാത്രമായിരിക്കും ലഭ്യമാവുക. ശരി. ഖത്തറിൽ തടവിലായ 8 മുൻ ഇന്ത്യൻ നാവികർക്ക് അവരുടെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്ന ആശ്വാസ വാർത്തയാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. എന്തായാലും ഈ ശിക്ഷ ഏതൊക്കെ തരത്തിലുള്ള ഇളവുകളാണ് എന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നുവെന്നാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.